3 പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. റൂൾ 3 സബ് റൂൾ 1 പറയുന്നത് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സെക്ഷൻ 6 സബ്സെഷൻ 1 പ്രകാരമായിരിക്കണം. അതോടൊപ്പം തന്നെ അത് ഫോം നമ്പർ 1-ൽ 2 കോപ്പീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇതിനോടൊപ്പം വയ്ക്കുന്നു അത് പറയുന്നത് എ മുതൽ ഇ വരെയുള്ള ക്ലോസിലാണ്. ക്ലോസ് എയിൽ പറയുന്നു പ്രൊപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി. അടുത്ത ക്ലോസ് ബി എന്ന് പറയുന്നത് 2024 റൂൾ അമെൻമെൻറ്റിൽ അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് സി പറയുന്നത് എൻട്രൻസ് ഫീസും ഷെയർ ക്യാപിറ്റലിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ്. ക്ലോസ് ഡി പറയുന്നത് ആ സൊസൈറ്റിയുടെ പ്രൊപ്പോസ്ഡ് ബിസിനസ്സിൻ്റെ സൗണ്ട്നെസ് കാണിക്കുന്ന ഡീറ്റെയിൽസ്. അടുത്ത ക്ലോസ് ഇ പറയുന്നത് രജിസ്ട്രാർ ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറയുന്നു. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കണം. അത് 5 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പോടൊപ്പം കൊടുക്കേണ്ടതാണ്. അടുത്ത റൂൾ 3 സബ് റൂൾ 2-ൽ പറയുന്നു ആപ്ലിക്കൻസ് ഇൻഡിവിജ്വൽസ് ആണ് എങ്കിൽ ആ ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം 25-ൽ കുറയാൻ പാടില്ല. നോട്ട് ലെസ് ദാൻ 25 മെമ്പേഴ്സ് ആയിരിക്കണം. അവർ ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്നുള്ളവരും ആയിരിക്കണം. അടുത്ത റൂൾ 3 സബ് റൂൾ 3-ൽ പറയുന്നു രജിസ്റ്റർ ചെയ്യേണ്ട സൊസൈറ്റിയിലെ ഏതെങ്കിലും ഒരു അംഗം ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആണെങ്കിൽ അങ്ങനെയുള്ള ആ രജിസ്റ്റേർഡ് സൊസൈറ്റിയിലെ കമ്മിറ്റിയിലെ ഒരംഗത്തെ രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ ഒപ്പിടാനും അതിൻ്റെ ബൈലോയിൽ ഒപ്പിടാനും ആ സൊസൈറ്റിയുടെ കമ്മിറ്റി ഒരു പ്രമേയത്തിലൂടെ അധികാരപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള പ്രമേയത്തിൻ്റെ ഒരു പകർപ്പ് അപേക്ഷയോടൊപ്പം ചേർക്കേണ്ടതാണ്. അടുത്ത റൂൾ 3 സബ് റൂൾ 4-ൽ പറയുന്നു ഇനി രജിസ്റ്റർ ചെയ്യേണ്ട സൊസൈറ്റിയിലെ ഏതെങ്കിലും ഒരു അംഗം ഒരു സ്ഥാപനമാണെങ്കിൽ അത് നിയമപരമായതോ അല്ലാത്തതോ ഒരു കമ്പനിയോ ഒരു കോർപ്പറേഷനോ ആണ് എങ്കിൽ ആ സ്ഥാപനം രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ ഒപ്പിടാനും ഒരു വ്യക്തിയെ അധികാരപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള അധികാരം നൽകുന്ന ഒരു പ്രമേയത്തിൻ്റെ പകർപ്പും അപേക്ഷയോടൊപ്പം ചേർക്കേണ്ടതാണ്. ഇനി റൂൾ 3 സബ് റൂൾ 5-ൽ പറയുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് രജിസ്ട്രാറിന് നമ്മൾ പോസ്റ്റ് വഴിയോ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടും രജിസ്ട്രാറിന് അപേക്ഷ കൊടുക്കാം. ഇനി റൂൾ 3 സബ് റൂൾ 6 പറയുന്നത് ഈ രജിസ്ട്രേഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഫീസാണ്. സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫീസ് കൊടുക്കുന്നു. അത് 2024 റൂൾ അമെൻമെൻറ്റിൽ ഇപ്പോൾ അമെൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ഫീസാണ് ഇപ്പോഴത്തെ ഫീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നമ്മൾ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചാണ് ഫീസ് നിശ്ചയിക്കുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചാണ് ഫീസ്. ഒരു വിത്തിൻ എ താലൂക്ക് ആണെങ്കിൽ 2500 രൂപ. എ താലൂക്ക് ആൻഡ് എബോ ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 5000 രൂപ. ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 6250 രൂപ. മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 12500 രൂപയാണ്. എന്നാൽ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 100 രൂപയും വുമൺ SC/ST സൊസൈറ്റീസ് 500 രൂപയും ആണ്. ഇത് നമ്മൾ ട്രഷറിയിലാണ് റെമിറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ വന്ന റൂൾ 3 സബ് റൂൾ 7 ഇപ്പോൾ വന്ന പുതിയൊരു അമെൻമെൻ്റ് ആണ്. അതായത് അത് പറയുന്നത് സൊസൈറ്റിയുടെ ആപ്ലിക്കേഷൻ അത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ മോഡ് വഴിയോ അല്ലെങ്കിൽ ഫിസിക്കൽ മോഡ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കാമെന്ന് പറയുന്നു. അടുത്ത് റൂൾ 4 പറയുന്നത് രജിസ്ട്രേഷനെ കുറിച്ചാണ്. 4 പറയുന്നത് രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നതിൽ റൂൾ 4 സബ് റൂൾ 1 പറയുന്നത് റൂൾ 3 പ്രകാരമുള്ള അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ അപേക്ഷയുടെ വിശദാംശങ്ങൾ ഫോം നമ്പർ 2-ൽ രേഖപ്പെടുത്തുകയും അപേക്ഷയ്ക്ക് ഒരു സീരിയൽ നമ്പർ നൽകുകയും അപേക്ഷ ലഭിച്ചതായി അറിയിച്ചുകൊണ്ട് ഒരു രസീതും ആ സൊസൈറ്റിക്ക് നൽകും. ഇതാണ് റൂൾ 4 സബ് റൂൾ 1-ൽ പറയുന്നു. അടുത്ത റൂൾ 4 സബ് റൂൾ 2-ൽ പറയുന്നത് ഈ രജിസ്ട്രാർ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു, അത് എക്സാമിൻ ചെയ്യുന്നു. ബൈലോയും അപേക്ഷയും എക്സാമിൻ ചെയ്യുന്നു. സെക്ഷൻ 7 ക്ലോസ് എ മുതൽ എഫ് വരെയും റൂൾ 3-യും ഇവിടെ എന്ത് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് രജിസ്ട്രാർ എക്സാമിൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് റൂൾ 4 ക്ലോസ് റൂൾ 4 സബ് റൂൾ 3 പറയുന്നത് രജിസ്ട്രാർ
എന്ത് ചെയ്യുന്നു, ആവശ്യമെന്ന് കരുതുന്ന അധിക വിവരങ്ങൾ ആവശ്യപ്പെടുകയോ അന്വേഷണം നടത്തുകയോ ചീഫ് പ്രൊമോട്ടറിന് നിർദ്ദിഷ്ട ബൈലോയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഈ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ആവശ്യപ്പെടാവുന്നതാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് രജിസ്ട്രാറിന് തോന്നുന്നെങ്കിൽ ചീഫ് പ്രൊമോട്ടറോട് പറഞ്ഞ് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് രജിസ്ട്രാറിന് ചെയ്യാം. റൂൾ 4 സബ് റൂൾ 4 പറയുന്നു, രജിസ്ട്രാർ ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ രജിസ്ട്രാറിന് എന്ത് ചെയ്യാം, സൊസൈറ്റി രജിസ്റ്റർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അത് ഫോം നമ്പർ 3 രജിസ്റ്റർ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും സൊസൈറ്റിയുടെ ബൈലോ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അപ്പം റൂൾ 4 സബ് റൂൾ 4 പറയുന്നു, ആ സൊസൈറ്റി എല്ലാ ആവശ്യതകളും പാലിച്ചിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ അത് തൃപ്തനാണെങ്കിൽ പ്രൊമോട്ടിംഗ് മെമ്പേഴ്സിൽ നിന്നും പിരിച്ച ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ആ സൊസൈറ്റിയുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്തതായി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഫിനാൻസിംഗ് ബാങ്കിൽ നിന്നും സമർപ്പിക്കാൻ ആരോട്, രജിസ്ട്രാറിന് എന്ത് ചെയ്യുന്ന, ചീഫ് പ്രൊമോട്ടറോട് ആവശ്യപ്പെടാം. രജിസ്ട്രാർ ഈ എന്ത് ചെയ്യുന്നു, ഫ്രീ ഓഫ് കോസ്റ്റിലായിരിക്കും രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അത് ഫോം നമ്പർ 3 അതോടൊപ്പം തന്നെ ആ സർട്ടിഫിക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സീല് കാണും. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ രജിസ്ട്രേഷൻ നമ്പറും അതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനും കാണും. റൂൾ 4 സബ് റൂൾ 5 പറയുന്നത്, സൊസൈറ്റി ഷെഡ്യൂൾ 2 പരാമർശിച്ചിരിക്കുന്ന സഹകരണ തത്വങ്ങൾക്കനുസൃതമായി പൊതുജനങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യം നിറവേറ്റുന്നില്ലെന്നോ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രതികൂലമായി ഭവിക്കുന്നെന്നോ അല്ലാതെ സൊസൈറ്റിയുടെ ഉദ്ദേശം എന്ത് ചെയ്യുന്നു, ആമുഖത്തിന് വിരുദ്ധമെന്നോ തോന്നുന്നു രജിസ്ട്രാറിന് തോന്നുന്നെങ്കിൽ രജിസ്ട്രാർ അവിടെ ഒരു റെഫ്യൂസൽ ഓർഡർ നൽകും. റെഫ്യൂസൽ ഓർഡർ കാരണത്തോടൊപ്പം ചീഫ് പ്രൊമോട്ടർക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ ഹൈക്കോടതിയോ ഗവൺമെൻറ്റോ അംഗീകരിച്ചിട്ടുള്ള കൊറിയർ സർവീസ് വഴിയോ രജിസ്ട്രാർ 15 ദിവസത്തിനകം കൊടുക്കേണ്ടതാണ്. ഇനി റൂൾ 4 സബ് റൂൾ 6 പറയുന്നത്, സബ് റൂൾ 4 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഡിസിഷനും സബ് റൂൾ 5 പ്രകാരം റെഫ്യൂസൽ ചെയ്യുന്നതിനുള്ള തീരുമാനവും എടുക്കേണ്ടത് അപേക്ഷ കിട്ടി 60 ദിവസത്തിനകമാണെന്ന് പറയുന്നു. അത് റൂൾ 4 സബ് റൂൾ 7 പറയുന്നു, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതോടൊപ്പം തന്നെ ബയോയുടെ കോപ്പിയും ഫിനാൻസിംഗ് ബാങ്കിൽ, സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇവയ്ക്ക് അയച്ചു കൊടുക്കണമെന്നും പറയുന്നു. ഇനി റൂൾ 4A ഉണ്ട്. റൂൾ 4A പറയുന്നത്, മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറിക്കവബിളി ലോസ്റ്റ്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇറിക്കവബിളി ലോസ്റ്റ് ആയി പോകുന്നുവെങ്കിൽ എങ്ങനെ പുതിയൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അത് പുതിയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് സെക്ഷൻ 8 സബ്സെക്ഷൻ 2 പ്രകാരം ഫോം നമ്പർ 3A ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്.